ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്ത് വിഷയം മനസ്സിലായില്ലേ? അപ്പൊ അനുഭവം ഒരു പ്രശ്നമാണ്. ഈ ഇരുട്ട് കടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത്, നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ. അപ്പം നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കള് തോന്നിയവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മളെ നിങ്ങൾ എന്തുണ്ടാക്കി ചില മക്കൾ മാതാപിതാക്കന്മാരില്ലേ, മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കള് ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ. അപ്പം നിങ്ങളെ പ്രേസ്തലോട് പറഞ്ഞാൽ മതി, അവരൊന്നും പറയരുത്, അവരെ ശപിക്കൊന്നും ചെയ്യരുത്, അവർക്കറിയില്ല. അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിയിടുന്നതാണ്. അത് നിർബന്ധിച്ചുള്ള വാക്ക് മറന്നു പോരുത്. മർക്കോസ് 6:45 താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഇരുട്ടുകടലേക്ക് നിർബന്ധിച്ചു വിടുകയാണേ. എന്തിനാണ്? ഒരു അനുഭവം ഉണ്ടാകാൻ. എന്നിട്ട് ഇവര് അപ്പോസ്തലന്മാരെപ്പോലെ നമ്മള് 4:40 ചോദിച്ചില്ലേ, ഇവൻ ആരാണ്? ആറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം നിന്റെ രോഗങ്ങളും നിന്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിന്റെ ജോലി ചില സമയത്ത് നഷ്ടപ്പെടുന്നതും നിന്റെ വിസ പ്രോസസ് ആകാതിരിക്കുന്നതും നിന്റെ ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദൈവവേദനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവപരിപാലനയായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാവും, ദൈവത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം.